ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ വന്ന രാഘവേട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുവാണ്. രാഘവേട്ടൻ പറയുക, എനിക്ക് തീരെ വിശപ്പില്ല ഫാമേ. അതിന് നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അതൊക്കെ കഴിക്കാവുന്നേ. ഫാമേ, നീ ഇവിടെ ഇരിക്കി, നല്ല തണുപ്പ്, നമുക്കിവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാവുന്നേ. എൻ്റെ രാഘവേട്ട, നല്ല തണുപ്പുണ്ട്, ഇവിടെ ഇരുന്ന് അസുഖം വല്ലതും പിടിപ്പിക്കാതെ വാ, അകത്ത് വന്ന് കിടക്ക്. ഓ വേണ്ട ഫാമേ, നീ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇരിക്കി. അങ്ങനെ രാഘവേട്ടനെ സത്യാമ്മയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. എന്തുവാ രാഘവേട്ടന് പറയാനുള്ളത്? അത് ഫാമേ, നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ പഴയ വീട്? ആ ലേലം ചെയ്തു പോയ വീടല്ല, അതിനു മുമ്പ് 2 മുറി അടുക്കളയായിട്ട് വെച്ച വീട്. അതിൻ്റെ പടിഞ്ഞാറേ മുറ്റത്ത് നമ്മൾ പായൊക്കെ ഇട്ടേ അവിടെ കാറ്റുകൊള്ളാനിരുന്നതൊക്കെ ഓർമ്മയുണ്ടോ? വിഷ്ണു വന്ന് കൈക്കുഞ്ഞ, അവനെ കാറ്റുകൊള്ളിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇരിക്കുന്നതാ. പിന്നെ അത് നമ്മളങ്ങ് ശീലമാക്കി. നമ്മളങ്ങനെ ആ പടിഞ്ഞാറൻ കാറ്റുകൊണ്ട് അങ്ങനെ ഇരുന്നതും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിച്ചതുമൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരുക. അന്ന് താനെൻ്റെ ചുമലിൽ തലവെച്ചോണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മരണത്തിന് പോലും എന്നെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കലെന്ന്. എന്തൊക്കെ രാഘവേട്ടൻ ഈ പറഞ്ഞൊപ്പിക്കുന്നത്? പഴംപുരാണം പറയാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുമെന്ന്. പറഞ്ഞതൊക്കെ ശരിയല്ലയോ ഫാമേ? എൻ്റെ ഈ ഓർമ്മയില്ലാതുള്ള ഒരു പോക്ക് ഒന്നുകിൽ ഏതെങ്കിലും വണ്ടിയിൽ അടിയിൽപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായൽ തീരത്ത്. ഈ അസുഖം എന്നെ അങ്ങനെയൊക്കെ കൊണ്ട് എത്തിക്കത്തുള്ളൂ ഫാമേ. ഏതായാലും ഇവിടെ കിടന്നായിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അത് കേട്ടത് സത്യാമ്മ ദേഷ്യത്തോടെ അങ്ങ് എഴുന്നേക്കുവാണ്. മരണം വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിലേ എന്നാലിനി ബാക്കിയുള്ള കാര്യങ്ങളോടങ്ങ് തീരുമാനിക്കും. സത്യാമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. പിന്നെ ചിതയ്ക്ക് തീ കൊളുത്തണ്ടേ? കർമ്മങ്ങളൊന്നും ചെയ്യണ്ടായോ? അതും കൂടി പറയാത്തത് എന്താ? ഒരേ ഒരു മകനല്ലേ ഉള്ളു, അവൻ വരുമെന്ന് കരുതിയോ? നാട് മുഴുവൻ പോലീസ് തെരഞ്ഞു കിടക്കുന്ന മകൻ എങ്ങനെ വന്ന് കർമ്മം ചെയ്യും? അപ്പോൾ പറഞ്ഞു വരുമ്പോഴേ അതിനും യോഗമില്ല. എൻ്റെ രാഘവേട്ട, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാട് കയറല്ലേ. ഈ അസുഖം ലോകത്താർക്കും വരാത്ത വലിയ മഹാമാരിയൊന്നും അല്ലല്ലോ. ചികിത്സിച്ച ഭേദമാകുന്ന അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അതിനുള്ള വഴിയും പറഞ്ഞു തന്നില്ലേ? അതിന് വഴി മാത്രം പോരല്ലോ ഫാമേ, അതിനുള്ള മാർഗം കൂടി നമുക്ക് വേണ്ടേ? അതിനുള്ള മാർഗമൊക്കെ സർവേശ്വരൻ ഉണ്ടാക്കി തരും രാഘവേട്ട. കൂടെ ഞാനില്ലേ രാഘവേട്ട? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വാ, എഴുന്നേക്ക്, വന്ന് ഭക്ഷണം കഴിക്ക്. അപ്പോൾ നമ്മുടെ വിഷ്ണു അങ്ങോട്ട് ബൈക്കിൽ വന്ന് ഇറങ്ങുവാണ്. വിഷ്ണുവിനെ കണ്ടതും രാഘവേട്ടനങ്ങ് വലിയ സന്തോഷമായി. മോനെ വാ അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു വന്ന് രാഘവേട്ടനെ പിടിക്കുമ്പോൾ സത്യാമ്മ ദേഷ്യത്തോട് പറയുക, ഡാ നിന്നോടിവിടെ കയറരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? വിഷ്ണു സങ്കടത്തോടെ ചോദിക്കുക, ഞാൻ പിന്നെ എങ്ങോട്ട് പോണോ അമ്മേ? അമ്മയോ? ഏതമ്മയാടാ? കണ്ട കള്ളച്ചാരായം വിൽക്കുന്നവനൊക്കെ എന്നെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഫാമേ, നീ എന്തൊക്കെയാ പറയുന്നത്? ചതി എങ്ങനാ രാഘവേട്ട ഇവന് മാത്രം പറ്റുന്നത്? ചതിയെ കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഇവൻ നിന്നുകൊടുത്തതുകൊണ്ടല്ലേ? നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചടിക്കാനുള്ള കെൽപ്പുണ്ടാകണം. രാഘവേട്ടൻ അറിയാവോ, മക്കളെന്നും ജയിച്ചു കാണാൻ വേണ്ടി മാത്രമാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത്. നോക്കുന്ന മക്കളെ ഈ സത്യഭാമയ്ക്ക് വേണ്ട. പഠിക്കുന്ന കാലത്ത് സ്ലേറ്റ് കൊണ്ട് അടിയും കൊണ്ട് സ്ലേറ്റും പൊട്ടിച്ച് വന്നവനെ 2 സ്ലേറ്റ് വാങ്ങിച്ച് കൊടുത്തിട്ട് 1 സ്ലേറ്റ് കൊണ്ട് അടിച്ചവനെ അടിച്ചിട്ട് വാടാ എന്നും പറഞ്ഞ് വിട്ടവളാ ഈ സത്യഭാമ. പരാജയപ്പെട്ട് വന്ന് നിൽക്കുന്ന ഇവനെ എനിക്ക് കാണണ്ട, എനിക്ക് കാണുകയും വേണ്ട, ഈ വീട്ടിൽ വരികയും വേണ്ട. ഇവനോട് കടന്നു പോകാൻ പറ രാഘവേട്ട എന്നും പറഞ്ഞ് സത്യാമ്മ അകത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു പറയുക, അമ്മ അവിടെ നിന്ന് നിന്നേ, തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. അമ്മയുടെ ഈ മുൻപിലോട്ട് വന്നതേ ഒരു കുറ്റവാളിയായ വിഷ്ണുവായിട്ടല്ല ഞാൻ. അങ്ങനെ വരാൻ കഴിയാത്തത് കൊണ്ടാ ഇത്രയും ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നത്. എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിട്ടാ ഇപ്പം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. ഇനി എൻ്റെ പിന്നാലെ ഒരു പോലീസും വരത്തില്ല. പക്ഷേ ഇത് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. അങ്ങനെ വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കഥയൊക്കെ സത്യാമ്മയോട് പറയുവാണ്. ഇത് ചെയ്യിപ്പിച്ചവർ പുറത്ത് നിൽക്കുക അടുത്ത ചതിയും കൊണ്ട്. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്താൽ വീണ്ടും വീണ്ടും ചതിയിൽ പോയി തന്നെ പെടും. ഇനി ഈ വിഷ്ണുവിൻ്റെ പോക്കും അങ്ങനെ തന്നെയാ. ചതി പ്രതീക്ഷിച്ച് ഓരോ അടിയും മുന്നോട്ട് വെക്കത്തുള്ളൂ. രാഘവേട്ടൻ പറയുക, സുസ്മിത അവള് നമ്മളെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കാളകൂട സർപ്പം തന്നെയാ. ഇത്രയൊക്കെ ദുരിതങ്ങൾ തന്നിട്ടും അവളുടെ പക തീരുന്നില്ലല്ലോ എന്നോർത്തിട്ടാ. ഈ പെണ്ണ് ഒരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ലെന്നൊരു ചൊല്ലുണ്ടേ. അവളുടെ കാര്യത്തിൽ അത് ശരി തന്നെ. എന്നാ പിന്നെ ഫാമേ, കഴിക്കാൻ എന്തുവാന്ന് വെച്ചാൽ എടുത്ത് വെക്ക്, ഞാനും എൻ്റെ മോനും കൂടെ കഴിക്കട്ടെ. ആഹാ, അത് കൊള്ളാലോ രാഘവേട്ട, ഇത്രയും നേരം ഞാൻ വിളിച്ചത് വെറുതെ. അപ്പോൾ മോൻ വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത വിശപ്പ് താനേ ഉണ്ടായി. വിശപ്പുണ്ടായിട്ടല്ല ഫാമേ, എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ഒന്ന് ഇരിക്കാനാ. എത്ര നാളായി സമാധാനപരമായി ഞങ്ങളൊന്ന് ഇരുന്നിട്ട്.
അങ്ങനെ രാഘവേട്ടനും വിഷ്ണുവിനും ഭക്ഷണം കൊടുക്കാനായിട്ട് സത്യഭാമ ഒരുങ്ങുവാണ്. രാഘവേട്ടനും വിഷ്ണുവിനും ചപ്പാത്തി വെക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ട ഭാമേ ചപ്പാത്തി. അതെങ്ങനെയാ? രാഘവേട്ടന് തരാൻ വേണ്ടി മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. വിഷ്ണു പറയുക, അച്ഛന് ചോറ് കഴിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അച്ഛൻ കാരണം അമ്മയും ഇത് തന്നെയല്ലേ കഴിക്കുന്നത്. അത് അച്ഛനോടുള്ള സ്നേഹം കാരണമല്ലയോ? എൻ്റെ അച്ഛന് ഞാൻ ചപ്പാത്തി തരാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചപ്പാത്തി മുറിച്ച് രാഘവേട്ടൻ്റെ വായിലോട്ട് വെക്കാൻ പോകുമ്പോൾ, എൻ്റെ മോനെ എനിക്ക് വേണ്ട, ഞാൻ വല്ല വെള്ളവും കുടിച്ചോണ്ട് കിടന്നോളാം. അച്ഛാ, ഞാൻ വിശന്ന് കുടല് കത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കത്തില്ല. ഞാൻ കഴിക്കണോ? അച്ഛൻ പറ. ആ, മോൻ കഴിക്കണം. എന്നാൽ അച്ഛൻ വാതുറക്ക് എന്നും പറഞ്ഞ് വിഷ്ണു രാഘവേട്ടൻ ചപ്പാത്തി ഊട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്ന സത്യാമ്മയെ കണ്ടിട്ട് രാഘവേട്ടൻ പറയുക, എടാ മോനെ, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതേ ഭാമയ്ക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാ അവൾ അങ്ങോട്ടങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. കുശുമ്പാ മോനെ, കുശുമ്പ്. പെട്ടെന്ന് വിഷ്ണു കുറച്ച് ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ട് സത്യാമ്മയുടെ നേരെ നീട്ടുവാണ്. അത് കണ്ടുകൊണ്ട് സത്യാമ്മ കുറച്ച് ദേഷ്യത്തിൽ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക. വിഷ്ണു സങ്കടത്തോടെ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് സത്യാമ്മ കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ കൈയോടെ പിടിച്ച് സത്യാമ്മ ആ ചപ്പാത്തി അങ്ങ് കഴിക്കുവാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് സത്യാമ്മ അങ്ങ് അകത്തോട്ട് പോവുകയാണ്. രാഘവേട്ടൻ പറയുക, പാവമാടാ മോനെ നിൻ്റെ അമ്മ. ഈ എടുത്തിയാട്ടോ മുനിച്ചുണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളു മോനെ. സത്യാമ്മ അവിടെ മാറി നിന്ന് ഏങ്ങലടിച്ച് കരയുവാണ്. ഏടിയൻ ജോണാണെങ്കിൽ വയസ്സായ ഒരു അമ്മയോടും കുഞ്ഞിനോടും കയർത്ത് സംസാരിക്കുവാണ്. വെള്ളം കയറിയവർക്കായിട്ട് കൊടുക്കുന്ന 10,000 രൂപ നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ പറ്റത്തില്ല. വീട്ടുടമസ്ഥനായ കൃഷ്ണന്റെ ഭാര്യ ജാനകിയാണെന്ന് അത് നിങ്ങൾ ആദ്യം തെളിയിച്ചോണ്ട് വാ. പിന്നെ നിങ്ങൾക്ക് ജനിച്ച 3 പെൺമക്കളും കൃഷ്ണന്റെ മക്കളാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പും കൂടി ഹാജരാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് പണം അനുവദിക്കാം. സാറേ, ഇതെന്റെ മൂത്ത മകളുടെ കുട്ടിയാ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാ. സാറി കൊച്ചിന്റെ കാലയിലോട്ടൊന്ന് നോക്കിയേ. തോളം വെള്ളത്തിലാ എൻ്റെ കൊച്ചി വീട്ടിൽ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സാറേ. അപ്പോൾ അനു വന്നിട്ട് പറയുക, സാറേ ഞാൻ പോയി കണ്ടതാ, അടുക്കള വരെ വെള്ളം കയറിയിരിക്കുക. അടുപ്പ് പോലും കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാ. കാലവർഷക്കെടുതിയിൽപ്പെടുത്തി കുറച്ച് തുക അനുവദിച്ചാൽ അവർക്ക് വീടിന് ചുറ്റും കട്ട നിരത്താം. ഞാൻ പോയി കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ ഫയല് ഞാൻ സാറിൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെ, കാലവർഷം വരാതെ കാലവർഷക്കെടുതിക്ക് എങ്ങനെയാ തുക കൊടുക്കുന്നത്? അതുമാത്രമല്ല, നിയമപരമായി ഇവർ കൃഷ്ണന്റെ ഭാര്യയും അല്ലല്ലോ. ആദ്യമേ ഇവർ പേപ്പർ ശരിയാക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ഫണ്ട് കൊടുക്കണോ വേണ്ടായോ എന്ന് എന്നും പറഞ്ഞ് ജോൺ അങ്ങോട്ട് പോകുമ്പോൾ അനു പറയുന്നു, വാ നമുക്കൊന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്നും പറഞ്ഞ് അവരെയും വിളിച്ചോണ്ട് പോവുകയാണ്. സാറേ, ഇവർക്കെന്തോ പറയാനുണ്ടെന്ന്. പറഞ്ഞോളൂ. 3 വർഷം മുമ്പ് വരെ സാറേ കൃഷ്ണൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. 44 വർഷം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കെട്ടിയ താലി ഓർമ്മയ്ക്കായി ഞാനൊരു മഞ്ഞച്ചരടിൽ കോർത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് സാറേ ഞാൻ എങ്ങനെ തരാനാ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ തള്ളേ? ഇവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ ആരാ പറഞ്ഞത് എന്നും പറഞ്ഞ് അനുവിനെയും വഴക്ക് പറയുവാണ്. ഗെറ്റ് ഔട്ട്, പുറത്തു പോകാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് അവർ കൊണ്ടുവന്ന ആ അപേക്ഷാ ഫോമെല്ലാം വലിച്ചെറിയുവാണ് അങ്ങോട്ട്. നിർബന്ധിത ലീവ് കഴിഞ്ഞ് നമ്മുടെ ശാലിനി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ വരുവാണ്. ശാലിനിയുടെ മുന്നിലോട്ടാണ് ഈ പേപ്പേഴ്സ് എല്ലാം വന്ന് വീഴുന്നത്. ശാലിനിയെ കണ്ടതും ADM ജോൺ എന്ന് വിറയ്ക്കുന്നുണ്ട്. ശാലിനി ഇങ്ങോട്ട് വന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു, എന്താ ജോൺ, ഈ അമ്മയുടെ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ ക്രൂരമായിട്ട് തള്ളിക്കളയാൻ എന്താ കാര്യം? അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ജോൺ എനിക്ക് തന്നേ പറ്റൂ. അവർ ഇതുവരെയും ശരിക്കുള്ള പേപ്പറൊന്നും തന്നിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിലെ വീടടക്കം ഒലിച്ചു പോയവർക്ക് എന്ത് രേഖകൾ വാങ്ങിയാ അവർക്ക് പുനരധിവാസത്തിനുള്ള ഫണ്ട് അനുവദിച്ചു കൊടുത്തത്? അതിൽ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ട ഭാര്യമാരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ഇവർക്കെല്ലാം സഹായങ്ങൾ നൽകിയതേ അവർ തന്ന സർട്ടിഫിക്കറ്റിന്റെ പുറത്തായിരുന്നോ? നിങ്ങൾക്കേ അവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ. ഇല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം. നീതി അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അല്ലാതെ നമ്മുടെ ഒന്നും കാരുണ്യമല്ല. അനു പറയുക, മേഡം ഞാൻ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാ മേഡം, അതാണ് തൻ്റെ അവിടെ ചിതറിക്കിടക്കുന്നത്. എന്തു പറയുന്നു മിസ്റ്റർ ജോൺ എബ്രഹാം? ഇന്ന് വൈകുന്നതിനകം ഈ അമ്മയും കൊച്ചുമകളും ഇവിടുന്ന് ഫണ്ട് കൊണ്ടുപോകുന്ന രീതിക്ക് എളുപ്പം റെഡിയാക്കിയേക്കണം. എന്നിട്ട് നല്ല മനസ്സോടെ ആ തുക അവരുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുകയും വേണം. നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ? ആ അമ്മയ്ക്ക് ഇങ്ങനൊരു ഗതി വന്നതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? പാവങ്ങൾക്ക് കിട്ടുന്ന നീതി നിഷേധിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു നേരം നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടിയേക്കാം.
പക്ഷേ അതിൻ്റെയൊക്കെ ശാപം ചെന്ന് ചേരുന്നതേ വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആയുർരേഖയുടെ കുറുകയായിരിക്കും. കാരണം എന്താണെന്നോ, ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചതിൽ ഈ ശാപവാക്കുകളെല്ലാം ചെല്ലുന്നത് അവരുടെ നേരെയാണ്. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് അല്പം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കടൂ. വളർന്നു വരുന്ന തൻ്റെ പുതിയ തലമുറയെങ്കിലും ഈ മനപ്രാക്കില്ലാതെ സമാധാനത്തോടൊന്ന് ജീവിച്ചോട്ടെ. അനു, ഇവർക്ക് വേണ്ട എല്ലാ സഹായം അനു ചെയ്തു കൊടുക്കണം. വൈകിട്ട് മനസ്സ് നിറച്ച് കൈ നിറയെ പണവുമായിട്ട് ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ. പറഞ്ഞത് കേട്ടല്ലോ മിസ്റ്റർ ജോൺ എബ്രഹാം. യെസ് മാഡം എന്നും പറഞ്ഞ് അവൻ തലകുനിച്ചിങ്ങനെ നിൽക്കുവാണ്. സത്യാമ്മയുടെ വീട്ടിൽ പൊന്നിയും ശാന്തയും ചേർന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. വിഷ്ണു ചായയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു അകത്തോട്ട് വന്ന് കയറുമ്പോൾ ശാന്തയാണ് കാണുന്നത്. അല്ല ശാന്തേച്ചി, ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന്? ആ, ഞാനിവിടെ വന്ന് കയറി. ശാന്ത എന്നിട്ട് ശാരദാമ്മയുടെ വീട്ടിലുണ്ടായ അനുഭവങ്ങളെല്ലാം വിഷ്ണുവിനോട് പറയുവാണ്. ശാരദാമ്മ ആഹാരം ഉണ്ടാക്കിയപ്പോൾ കുറ്റം പറഞ്ഞതും അങ്ങനെ വഴക്കുണ്ടായി അവിടുന്ന് പുറത്തു വന്നതാണെന്നുള്ള കഥയൊക്കെ അങ്ങോട്ട് വിഷ്ണുവിനോട് പറയുവാണ്. ശാന്തേച്ചി അവിടുന്ന് പോയിന്ന് ശാലിനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എവിടെ ആയാലെന്താ, നമുക്ക് ശമ്പളം കിട്ടിയാൽ പോരെ? അത് പോരല്ലോ ശാന്തേച്ചി, ചെയ്യുന്ന ജോലിയോടൊരു കൂറ് വേണ്ടേ? എല്ലാ ജോലിക്കും അതിൻ്റെതായ മാനദണ്ഡം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ കാണിച്ച പരിപാടി കുറച്ച് മോശമായിപ്പോയി. അത് പിന്നെ ഞാൻ കുഞ്ഞെ, ഏതായാലുവേ ഇത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സത്യാമ്മ അങ്ങോട്ട് വന്നിട്ട്, വിഷ്ണു അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് ജോലി ചെയ്യട്ടെ, നീ ഇതിലിടപെടണ്ട. അല്ലമ്മേ, എന്നാലും അങ്ങനെ അല്ലല്ലോ, നീ ഇതിലിടപെടണ്ടെന്നല്ലയോ പറഞ്ഞത്? സത്യാമ്മ ചോദിക്കുന്നു. അല്ല, രാഘവേട്ടൻ എവിടെ? അമ്മേ, ഞാനിങ്ങോട്ട് വരുമ്പോഴേ വാതക്കൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ, മുറിയിലുമില്ല. അയ്യോ, പിന്നെ ഇത് എവിടെ പോയി? അങ്ങനെ സത്യാമ്മയും പൊന്നിയും വിഷ്ണുവും എല്ലാം ചേർന്ന് രാഘവേട്ടനെ തിരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാഘവേട്ടൻ ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടാണ് പോയത്? രാഘവേട്ടൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇനി അപകടത്തിലോട്ടാണോ രാഘവേട്ടൻ പോയത് എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.